മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മുടെ SSLC ബയോളജിയിലെ പ്രഡിക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ എക്സാം ഒക്കെ ആവാറായല്ലേ, അപ്പോൾ നിങ്ങളുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത് നമ്മൾ വെറുതെ അങ്ങനെ എടുത്ത് പറയുന്നതൊന്നുമല്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കാൽക്കുലേറ്റഡ് പ്രഡിക്ഷനാണ്. കാൽക്കുലേറ്റഡ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കുറേ മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. നിങ്ങളുടെ മോഡൽ എക്സാം, നിങ്ങളുടെ പബ്ലിക് എക്സാം, നിങ്ങളുടെ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം. അപ്പോൾ ഈ ഒരു പരീക്ഷകളിലൊക്കെ വന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോസ് കണ്ട് ഈ ക്വസ്റ്റ്യൻസ് മാത്രം കണ്ടുപോയി പഠിച്ച് എക്സാം എഴുതി എന്നിട്ട് ഇത് വന്നിട്ടില്ല മിസ്, അത് കണ്ടതുപോലെ അല്ലെങ്കിൽ ഇത് മാത്രം പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു കാര്യം ഉണ്ടാവില്ല. നമുക്കിത് യൂസ്ഫുൾ ആവുന്നത് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇന്നും നാളെയും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ എന്താണ് ലൈവ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഈ ലൈവുകൾ ഒരു കാരണവശാലും എൻ്റെ കുട്ടികളെ മിസ് ചെയ്യരുത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ലൈവുകൾ ഇടുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ തോന്നിയ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടതല്ല. പക്ഷെ അത്രയും നോക്കി ഒരു ക്വസ്റ്റ്യൻ പോലും ഒരു കോൺസെപ്റ്റ് പോലും നിങ്ങൾക്ക് മിസ്സാവാത്ത രീതിയിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്നും നാളെയും ഒക്കെയുള്ള ലൈവുകൾ എൻ്റെ മക്കൾ മിസ്സാക്കാതെ കണ്ടതിന് ശേഷം ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക മിസ് ഈ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസ് എടുക്കുന്ന സമയത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കോൺസെപ്റ്റ് ഏതാണ് എന്ന് നോക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് അറിയാനും പ്രതികരിക്കാനും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ തന്നെ എന്താണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് തന്നെ ക്രിഞ്ച് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടാണ്. അത്രയധികം തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ഈ ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ. അതേപോലെ തന്നെ ഇതിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് തരും. ചില സമയത്ത് ഇതിൻ്റെ ഫംഗ്ഷൻ തരും. ഡെൻഡ്രൈറ്റിൽ നിന്ന് ഇമ്പൾസസ് എങ്ങോട്ടേക്കാണ് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെൽ ബോഡിയിലേക്ക് ഇമ്പൾസസ് കൊടുക്കുന്നത് ആരാണ്, അങ്ങനെ വിശേഷണങ്ങൾ തന്നിട്ട് ആ ഭാഗം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവിടെ A എന്നും B എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുടെ ഫംഗ്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഫംഗ്ഷൻസ് എഴുതാം. ഇതേപോലെ ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഇനി അടുത്തത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ റിഫ്ലെക്സ് ആക്ഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദ സഡൻ വിഡ്രോവൽ ഓഫ് ഹാൻഡ്, ഒരു ഹോട്ട് ഒബ്ജക്റ്റ് തൊടുമ്പോൾ നമ്മൾ കൈവലിക്കുന്നു, നമ്മുടെ കണ്ണ് ചിമ്മുന്നു. രണ്ട് ടൈപ്പ് റിഫ്ലെക്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്, ഈ എക്സാമ്പിൾസിൽ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് റിഫ്ലെക്സ് ആക്ഷൻസ് ആൻഡ് എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ. ചില സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ആ ഒരു ഫ്ലോ ചാർട്ട് ഇല്ലേ, ആ ഒരു പിക്ചർ, ആ പിക്ചർ നമ്മളോട് ഫ്ലോ ചാർട്ട് പോലെ എഴുതാൻ വേണ്ടിയിട്ട് പറയും. അതും അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടും ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾക്കതേ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. ബ്രെയിനിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്താനും അതിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ചില സമയത്ത് ഫംഗ്ഷൻസ് എന്നിട്ട് ഇത് എന്താണ് രണ്ട് ടേബിൾ പോലെ, ഇത് ആരുടെയാണ് മറ്റേത് ആരുടേതാണ്, അങ്ങനെയൊക്കെ വരാറുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എഴുതണം. ഇപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതിനർത്ഥം ഇത് മൂന്നും മാത്രം പഠിച്ചു പോകണമെന്നല്ല, വേറെയും ഒത്തിരി ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമ്മൾ ഇന്ന് വൈകിട്ടുള്ള ലൈവിലും നാളെ വൈകിട്ടുള്ള ലൈവിലും ചെയ്യുന്നതായിരിക്കും. ഒരു കാരണവശാലും എൻ്റെ കുട്ടികൾ ലൈവ് മിസ് ചെയ്യരുത്. ഓക്കെ, കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പഠിച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ചോദ്യങ്ങൾ എങ്ങനെ ട്വിസ്റ്റ് ചെയ്താലും എഴുതാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററാണ് വിൻഡോസ് ഓഫ് നോളജ്, അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് അറിവിൻ്റെ വാതായനങ്ങൾ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരാളാണ് നമ്മുടെ കണ്ണിൻ്റെ ഡയഗ്രാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നോക്കിക്കേ, ഒരു പാർട്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ആ ഭാഗം ഏതാണെന്ന് നമ്മൾ അടയാളപ്പെടുത്തണം. ദ ട്രാൻസ്പാരൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് സ്ക്ലീറ, അല്ലേ, നമ്മുടെ സ്ക്ലീറയുടെ ദൃഢപടലത്തിൻ്റെ മുന്നോട്ടേക്ക് ഉന്തിയിട്ടുള്ള സുതാര്യമായ ഭാഗം ഏതാണ്. അപ്പം നമ്മൾ അടയാളപ്പെടുത്തുന്നു. A എന്ന് പറഞ്ഞത് എന്താണ്, കോർണിയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അതിൻ്റെ വിശേഷണം തന്നിട്ട് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയാം. അതും അല്ലെങ്കിൽ ശരിക്കും ഡയറക്റ്റ് ആയിട്ട് ഈ പാർട്ട് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ ഫംഗ്ഷൻ എഴുതാൻ വേണ്ടിയിട്ടും പറയാം. ഇതിൽ തന്നെ നമുക്ക് ഇതിൽ തന്നിട്ടുള്ള രണ്ട് ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ആ ഫ്ലൂയിഡിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. കാരണം അതും അതിനോടനുബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ചില അസുഖങ്ങളുണ്ട്, അത് കണക്ട് ചെയ്തിട്ട് ചോദ്യം വരാറുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഇയറിൻ്റെ ഫ്ലോ ചാർട്ട്, നമുക്ക് കണ്ണിനും മൂക്കിനൊക്കെ ഫ്ലോ ചാർട്ട് ഉണ്ട്. പക്ഷേ ഈ ഒരു ഇയറിൻ്റെ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. മിക്കവാറും മക്കളൊക്കെ സ്കിപ്പ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നിങ്ങളിത് സ്കിപ്പ് ചെയ്യരുത് എന്നാണ് മിസ്സിന് പറയാനുള്ളത്. കാരണം വളരെ ഈസി ആയിട്ടുള്ളൊരു ഫ്ലോ ചാർട്ടാണിത്. ഇതേപോലെ തന്നെ നമുക്ക് സ്മെല്ല് അറിയാനുള്ള ഫ്ലോ ചാർട്ട്, ടേസ്റ്റ് അറിയാനുള്ള ഫ്ലോ ചാർട്ട്, ഇയർ ബാലൻസിങ്ങിലുള്ള ഫ്ലോ ചാർട്ട്, ഇത് മൂന്നും ചോദിക്കാറുണ്ട്. കണ്ണിൻ്റെ അങ്ങനെയായിട്ട് മിസ് കണ്ടിട്ടില്ല, അതായത് വരില്ല എന്നല്ല അതിനർത്ഥം കേട്ടോ. അപ്പം ഇത് വരാം, ആ സ്മെല്ലിൻ്റെ ടേസ്റ്റിൻ്റെ ഇതൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ ലൈവിൽ ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ ഈ ഫോട്ടോ റിസെപ്റ്റേഴ്സ്. നമ്മുടെ കോൺ സെല്ലും റോഡ് സെല്ലും ഈ പിക്ചർ അങ്ങനെ തന്നെ തന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എവിടെ ചെയ്യുന്നതായിരിക്കും, നമ്മുടെ ലൈവിൽ ചെയ്യുന്നതായിരിക്കും. ഇനി എൻ്റെ മക്കൾ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്, അല്ലേ, സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ. ഈ ഒരു ചാപ്റ്ററിൽ എൻ്റെ മക്കൾക്ക് കാണാം നമ്മുടെ ഗ്രോത്ത് ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അല്ലേ.
നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ ഗ്രോത്ത് ഫേസിൽ കൂടിയാൽ കുറഞ്ഞാൽ ഗ്രൂത്ത് ഫേസിന് ശേഷം കൂടിയാൽ ഉള്ള ഡിഫക്റ്റുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് ആ രീതിയിൽ വരാറുണ്ട്. പിന്നെ നമ്മളിതാ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ റെഗുലേഷനാണ്. ഈ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ റെഗുലേഷൻ വെച്ചിട്ട് നമുക്ക് ആ ഒരു ലെവൽസ് തന്നിട്ട് ഇത് കൂടിക്കഴിഞ്ഞാൽ ആരാണ് വരിക, അവരുടെ ആക്ഷൻസ് എന്താണ്, ആ രീതിയിൽ ചോദിക്കാം. അത് തന്നെ കാൽഷ്യം റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമുക്ക് ചോദ്യം വരാറുണ്ട്. പിന്നെ ഈ ഒരു ഇൻസുലിൻ ഹോർമോണാണ് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ്, അല്ലെങ്കിൽ ഇൻസുലിനും ഗ്ലൂക്കഗോണാണ്. അപ്പോൾ ഇൻസുലിൻ ഡെഫിഷ്യൻസി വന്നാൽ നമുക്ക് വരുന്ന അസുഖം ഏതാണ്? നമുക്കറിയാം, ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ആ ഒരു ഡെഫിഷ്യൻസിയിൽ ആ ഒരു അസുഖം ഉണ്ടാകുമ്പോൾ സിംറ്റംസ് എന്തൊക്കെയാണ്, ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ നമുക്കത് എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഫിറമോൺ എന്ന് പറയുന്നത്. ആ ഫിറമോണിൻ്റെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ഇയേഴ്സായിട്ട്, അതായത് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമും പബ്ലിക് എക്സാമും ഈ വർഷത്തെ നിങ്ങളുടെ മോഡലും ക്രിസ്മസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ പ്ലാൻ ഹോർമോൺസ്. അപ്പോൾ പ്ലാൻ ഹോർമോൺസിനെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല, അതൊക്കെ നമ്മൾ ലൈവിൽ ചെയ്യുന്നുണ്ടാകും. ഇനി നമ്മളുടെ കീപ്പിംഗ് ഡിസീസസ്, ആക്ച്വലി കീപ്പിംഗ് ഡിസീസസിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. കാരണം കീപ്പിംഗ് ഡിസീസസിലെ എല്ലാ ഏരിയസിൽ നിന്നും ചെറുപറാ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതിലിപ്പം എന്നോടൊരു 2-3 ക്വസ്റ്റ്യൻ പറയാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും സിക്കിൾ സെൽ അനീമിയ പറയും. അതിനർത്ഥം ഹീമോഫീലിയ, അതേപോലെ തന്നെ ക്യാൻസർ വരില്ല എന്നല്ല. ജനറ്റിക് ഡിസീസസ് മൊത്തത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിളാണ്. ഇത് അങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ടാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ടേബിൾ എൻ്റെ മക്കൾ വിട്ടുകളയരുത്. പിന്നെ നമ്മളുടെ ബാക്ടീരിയൽ ഡിസീസസ്, ജനറ്റിക് ഡിസീസസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബാക്ടീരിയൽ ഡിസീസസ്. കാരണം എന്താണെന്ന് വെച്ചാൽ 3 ആൾക്കാരെയും ചോദിക്കും. റാറ്റ് ഫീവർ അല്ലെങ്കിൽ എലിപ്പനി, ഡിഫ്തീരിയ, ട്യൂബർക്കുലോസിസ് 3ഉം ചോദിക്കാറുണ്ട്. അപ്പോൾ മിസ് തൽക്കാലം ഇവിടെ ട്യൂബർക്കുലോസിസ് ആണ് വെച്ചിട്ടുള്ളത്. ക്ഷയരോഗം, ആ BCG വാക്സിൻ ഏതിനാണെന്ന് ചോദിച്ചിട്ട് അസുഖം എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുന്നത്, ഏത് ബാക്ടീരിയ ആണ്, ആൻഡ് അതേപോലെ തന്നെ ഏത് അവയവങ്ങളാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. ഈ രീതിയിൽ ഡിഫ്തീരിയയുടെയും ചോദിക്കാം, റാറ്റ് ഫീവറിൻ്റെയും ചോദിക്കാം. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്പാരിസൺ പോലെ വരും. കുറേ ഫീച്ചേഴ്സ് തരും, എന്നിട്ട് നമ്മളോട് അത് 2 ടേബിളിലാക്കി എഴുതാൻ പറയും. ചില സമയത്ത് ട്യൂബർക്കുലോസിൻ്റെയും മലേറിയയുടെയും സിംറ്റംസും ബാക്ടീരിയയുടെ പേരൊക്കെ തന്നിട്ട് അത് 2 ടേബിളിൽ എഴുതാൻ പറയും. ചില സമയത്ത് ഹീമോഫീലിയയും അതേപോലെ തന്നെ നമ്മുടെ ഫൈലേറിയാസിസും തരാറുണ്ട്. അങ്ങനെ 2-3 അസുഖങ്ങളെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ ഇമ്പോർട്ടൻ്റ് അല്ല, മറ്റേ ആൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ഈ ഏരിയയിൽ പറയാൻ പറ്റില്ല. അതേപോലെ നമ്മൾ വിട്ട് കളയുന്ന ഒരാളാണ് ഹെപ്പറ്റൈറ്റിസ് അത്യാവശ്യം നല്ല രീതിക്ക് പ്രീവിയസ് ഇയറിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ്. ദെൻ അടുത്തതാണ് നമ്മുടെ സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ്. ധാരാളം നല്ല വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററും അതേപോലെ തന്നെ ധാരാളം ചോദ്യങ്ങളും വരുന്നതാണ്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ഫാഗോസൈറ്റോസിസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് മിസ് എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വായിച്ചതിന് ആൻസർ പറയുന്നില്ല, അതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ അല്ല, ഈ കോൺസെപ്റ്റിനാണ് പ്രാധാന്യം. കാരണം ഇതിപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇത് എന്താണ് ഈ പ്രോസസ്സ്, അതേപോലെ തന്നെ ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത്, ഈ സ്റ്റെപ്സ് എഴുതാനാണ്. ചില സമയത്ത് നമ്മളോട് ഇത് അടയാളപ്പെടുത്തിയിട്ട് ഈ ഭാഗം എന്ത്, ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ചിലപ്പോൾ ഈ സ്റ്റേജ് ഏതാണെന്ന് ചോദിക്കും. അങ്ങനെ പല രീതിയിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ലിംഫോസൈറ്റ്. ചില സമയത്ത് ഫീച്ചേഴ്സ് തന്നിട്ട് അവർ 2 ടേബിൾ ആക്കിയിട്ട് ബി ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റ് അങ്ങനെ എഴുതാൻ വേണ്ടി പറയാറുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ വിച്ച് ലിംഫോസൈറ്റ് ഇസ് മെൻഷൻ ഹിയർ, അതായത് അവരുടെ ഫംഗ്ഷൻ തന്നു. ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ലിംഫോസൈറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും 2 മെത്തേഡ് ഓക്കെ അവരെ ഡെസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന, അതായത് ബി ലിംഫോസൈറ്റ് ആണല്ലോ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുക, അതിലേതെങ്കിലും 2 മെത്തേഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നമ്മുടെ വാക്സിൻസ് ഇതിപ്പം എന്താണ് വാക്സിനിലുള്ള ഘടകങ്ങൾ, അതിലേതെങ്കിലും 2 വാക്സിനാണ് എഴുതാൻ പറഞ്ഞിട്ടിരിക്കുന്നത്. ചില സമയത്ത് വാക്സിനെയും അതേപോലെ ആൻറ്റിബയോട്ടിക്സിനെയും കമ്പയർ ചെയ്തിട്ട് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാക്സിൻ ആൻഡ് ആൻറ്റിബയോട്ടിക്സ് അങ്ങനെ ചോദിക്കാറുണ്ട്. വാക്സിൻ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ബാക്ടീരിയനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻസുമാണ്. പിന്നെ നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഇപ്പോൾ ഇവിടെ സ്റ്റേജസ് തന്നിട്ട് ഇത് കറക്റ്റ് ഓർഡർ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചില സമയത്ത് ചോദിക്കാറുണ്ട് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഒരു ഡിഫൻസ് മെക്കാനിസം ആണെന്ന് പറയാൻ കാരണം എന്ത്, ആ രീതിയിൽ ഇവിടെ നിന്ന് ചോദ്യം വരാറുണ്ട്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ, ഇതൊരു കുഞ്ഞ് ചാപ്റ്റർ ആണെങ്കിലും ഈ ചാപ്റ്ററും ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചറും ഈ 2 ചാപ്റ്ററിൽ നിന്ന് വെയിറ്റേജ് മാറി കളിക്കാറുണ്ട്. കാരണം ഫസ്റ്റത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിനെല്ലാം ഒരു 8 മാർക്ക് 7 മാർക്ക് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ അൺട്രാവലിംഗ് ജെനറ്റിക് മിസ്റ്ററീസും അതേപോലെ ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചറും ചില സമയത്ത് ഇവിടെ നിന്ന് ഒരു 6 മാർക്കിന് ചോദിച്ചാൽ ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചറിന് 2 മാർക്കിനോ 3 മാർക്കിനോ ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞ വർഷം തിരിഞ്ഞു. കഴിഞ്ഞ വർഷം ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചറിന് 6 മാർക്കിനും അൺട്രാവലിംഗ് നിന്ന് 2 മാർക്കിനും ചോദിച്ചു. ഈ 2 ചാപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വെയിറ്റേജ് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്.
ഇതിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്രോസിങ് ഓവർ, അതായത് വേരിയേഷൻ ഉണ്ടാക്കുന്നത് അല്ലേ. നമുക്ക് വേരിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം ഉണ്ടാക്കുന്ന 3 ഫീച്ചേഴ്സ് നമ്മൾ പറയുന്നുണ്ട്, 3 പ്രോസസ്സുകൾ പറയുന്നുണ്ട്. ഒന്ന് ഫെർട്ടിലൈസേഷനിലെ ബീജസംയോഗം, 2 ക്രോസിങ് ഓവർ അല്ലെ ക്രോമസോമുകളുടെ മുറിഞ്ഞുമാറ്റം, മൂന്നാമതായിട്ട് മ്യൂട്ടേഷൻ അല്ലെ ഉൽപരിവർത്തനം. അപ്പോൾ അതിൽ ഈ ഒരു ക്രോസിങ് ഓവർ എങ്ങനെയാണ് നമുക്ക് വേരിയേഷൻ അല്ലെ വ്യതിയാനം ഉണ്ടാക്കുന്നത്, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇതിൻ്റെ കൂടെ മ്യൂട്ടേഷൻ എങ്ങനെയാണ്, ബീജസംയോഗം എങ്ങനെയാണ്, ഇത് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഈ ന്യൂക്ലിയോടൈഡിനെ ഒഴിച്ചു മാറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറേ നമുക്കില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ന്യൂക്ലിയോടൈഡ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക, ഇതിൽ എ എന്താണ്, ബി എന്താണ്, ഇതിലിപ്പം DNA മാത്രം കാണുന്ന ന്യൂക്ലിയോടൈഡ് ഇത്, RNA മാത്രം കാണുന്ന ന്യൂക്ലിയോടൈഡ് ഇത്, ആ രീതിയിലും ചോദ്യം വരാം. ദെൻ നമ്മുടെ ഒരു ക്രോസ്, ഇതൊരു മസ്റ്റാണ്. കാരണം നമ്മുടെ മെൻ്റലാണല്ലോ ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ബേസിസ് ഇട്ട ആളും. അപ്പോൾ മെൻ്റലിൻ്റെ മെയിൻ എന്താണ്, ഈ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസും ഡൈ ഹൈബ്രിഡ് ക്രോസും ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന ഇതാണ് നമ്മുടെ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വന്നു, ഇതിൻ്റെ അല്ലേ നമ്മുടെ ഗ്യാമീറ്റ് എന്താണ്, ഇതിൻ്റെ സെക്കൻഡ് ജനറേഷനാണ് തന്നിരിക്കുന്നത്, ഫസ്റ്റ് ജനറേഷൻ അല്ല. അപ്പോൾ ഫസ്റ്റ് ജനറേഷനിലുള്ള ആൾക്കാരെ ക്രോസ് ചെയ്ത സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത് അത് ഫില്ല് ചെയ്യാം. ഇതിലേതാണ് പ്രകട ഗുണം അല്ലെ ഡോമിനൻറ്റ് ക്യാരക്ടർ. ഇനി എന്തുകൊണ്ടാണ് ഫസ്റ്റ് ജനറേഷനിൽ കാണാത്ത റിങ്കിൾഡ് സീഡ് അല്ലെ ചുളുങ്ങിയ സീഡ് സെക്കൻഡ് ജനറേഷനിൽ കണ്ടത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ലോ ഏതാണ് അത് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്കിവിടെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ പ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ ഈ പ്രോട്ടീൻ സിന്തസിസിൽ ഇതിൻ്റെ റോൾ എന്താണ്, ഇതിൻ്റെ റോൾ എന്താണ്, ഇവിടെയുള്ള 3 RNAകൾ ഏതൊക്കെയാണ് നമുക്കറിയാം. mRNA ഉണ്ട്, rRNA ഉണ്ട്, tRNA ഉണ്ട്, ആ ഏരിയാസ് എന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. പിന്നെ ഇവരുടെ സ്റ്റെപ്പുകൾ കറക്റ്റ് ഓർഡറിൽ ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ റീസെൻറ്റ് ഇയേഴ്സ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റൻ ആണ് നമ്മുടെ സ്കിൻ കളർ. സ്കിൻ കളറിന് കാരണം എന്ത്, സ്കിൻ കളറിന് കാരണമായിട്ടുള്ള ആ ഒരു പിഗ്മെൻ്റ് ചെയ്ത് അത് എന്തുകൊണ്ടാണ് ഓരോ പേഴ്സണിനും ഡിഫറെൻറ്റ് സ്കിൻ കളർ വരാനുള്ള കാരണം. അതേപോലെ തന്നെ സെക്സ് ഡിറ്റർമിനേഷൻ, കുഞ്ഞുമാവയുടെ സെക്സ് ആരാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, എന്തുകൊണ്ട്. ഓക്കെ, ആ ഒരു ഏരിയയിൽ നിന്നും ഇപ്പോൾ റീസെൻറ്റ് ഇയേഴ്സിൽ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ദെൻ നമ്മുടെ ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഉള്ള ഫസ്റ്റത്തെ സാധനമാണിത് അല്ലേ, ഇൻസുലിൻ പ്രൊഡക്ഷൻ യൂസിങ് ബാക്ടീരിയ ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേജാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. ഇൻസുലിൻ ജീൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു, ഏത് എൻസൈം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ഇവിടെ കൂട്ടിച്ചേർക്കാൻ Y എന്ന് പറയുന്ന ഒരു എൻസൈം, അത് ഏതാണ്. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ദ റോൾ ഓഫ് പ്ലാസ്മിഡ്, അതായത് നമ്മുടെ ആ ഒരു ജെനറ്റിക് സിസേഴ്സ്, ഗ്ലൂ, പ്ലാസ്മിഡ്, 3 ആൾക്കാരും ഈ ഒരു ഒറ്റ ഡയഗ്രാം വെച്ചിട്ട് ചോദിച്ചിരിക്കുകയാണ്. ആൻഡ് ഈ സക്സീഡിങ് ജനറേഷൻ, അതായത് ഇനി വരുന്ന ജനറേഷനിൽ ഈ ഒരു ഇൻസുലിൻ, ബാക്ടീരിയയുടെ എല്ലാ ജനറേഷനിലും ഈ ഇൻസുലിൻ കിട്ടുമോ, എന്തുകൊണ്ട്. ഇത് റീസെൻറ്റ് ഇയേഴ്സ് ആയിട്ട് ഈ ഒരു 3rd പാർട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ദെൻ അടുത്തതാണ് നമ്മുടെ ജെനറ്റിക് എഞ്ചിനീയറിംഗ്. ഈ ഒരു ചാപ്റ്റർ ഒരു കുഞ്ഞു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന്, അതായത് കുറച്ച് ഏരിയാസാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്, ആ ഏരിയാസിൽ നിന്ന് ചെറപറാ ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പോൾ അതിലൊന്നാണ് നമ്മുടെ ജെനറ്റിക് എഞ്ചിനീയറിംഗ്. ജെനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ ബേസിസ് എന്താണ് ഇതിൽ നമ്മളുടെ എന്താ പറയുക, ജെനറ്റിക് ജീൻ തെറാപ്പി വരുന്നുണ്ട് ഇതിൽ. നമുക്ക് ജെനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നതാണ് ജീൻ തെറാപ്പി, അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലത്തെ വരുന്നതാണ് DNA പ്രൊഫൈലിംഗ്. DNA പ്രൊഫൈലിങ്ങിൽ നമുക്ക് എന്താണ് DNA പ്രൊഫൈലിംഗ്, DNA പ്രൊഫൈലിങ്ങിൻ്റെ ബേസിസ് എന്താണ്, ഇതെങ്ങനെയാണതാ നമ്മൾക്ക് എങ്ങനെയാണ് ഇത് യൂസസ് ആവുന്നത്. ഇതിപ്പം ക്രിമിനൽസിനെ കണ്ടുപിടിക്കാൻ, പാരൻ്റൽ ഡിസ്പ്യൂട്ട്സിൽ നമ്മുടെ ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സ് മനസ്സിലാക്കാൻ, അങ്ങനത്തെ കുറച്ച് യൂസസ് ഇല്ലേ, അത് വരാറുണ്ട്. ഓക്കെ, സോ ആ ഒരു DNA ടെസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ ബേസിസ് എന്താണ്, അതിൻ്റെ യൂസസ് എന്താണ്. അതുപോലെ ജീൻ തെറാപ്പി, നമ്മളിത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു നാച്ചുറൽ സെലക്ഷൻ, ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷൻ്റെ ആ ഫ്ലോ ചാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത് ആര്, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് തരും എന്നിട്ട് നമ്മളോട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയും. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫ്ലോ ചാർട്ടാണ് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ. ഹ്യൂമൻ എവല്യൂഷനിൽ നമ്മുടെ മനുഷ്യന്മാരുണ്ടായത് എങ്ങനെയെന്ന് പറയുന്ന ആ ഒരു ആന്ത്രോപോയിഡ്, ഹൊമിനോയിഡ്, സിർക്കോപിത്തിക്കോയിഡ്, അതിൽ നിന്ന് ഓരോരുത്തർ വന്നത് എങ്ങനെ, ആ ഒരു സംഭവം. പിന്നെ നമുക്ക് എവിഡൻസസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് ബയോകെമിസ്ട്രി ആൻഡ് ഫിസിയോളജിയാണ്. അതായത് ബാക്ടീരിയയും നമ്മളും നമ്മൾ പ്രൊക്യാരിയോട്സിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്ന കുറച്ച് തെളിവുകളില്ലേ, അതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇതല്ലാതെ നമ്മൾ ആ ഒരു ഹീമോഗ്ലോബിൻ്റെ ചെയിൻ നമ്മളും ചിമ്പാൻസിലും സെയിം ആണ്, ആ ഒരു എവിഡൻസ് ചോദിക്കാറുണ്ട് മോളിക്കുലാർ ബയോളജിയിൽ നിന്നുള്ളത്. അപ്പം ആ എവിഡൻസസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ കെമിക്കൽ എവല്യൂഷൻ, ഓപ്പാറിൻ്റെയും ഹാൽഡേൻ്റെയും ആ ഒരു തിയറി, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് നമ്മളുടെ ഇന്ന് വൈകിട്ടുള്ളതും നാളെ വൈകിട്ടുള്ളതുമായിട്ടുള്ള ലൈവുകളിൽ ചെയ്യുന്നുണ്ടാകും. ഒരു കാരണവശാലും, അതായത് ഫുൾ A+ ആണല്ലേ നമ്മളുടെ SSLCയിൽ നമ്മളെല്ലാവരും എയിം ചെയ്യുന്ന ആ ഫുൾ A+. നിങ്ങൾ ഓരോരുത്തരും സത്യസന്ധമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്, നിങ്ങൾക്കത് വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മക്കൾ ഇന്ന് വൈകിട്ടത്തെയും നാളത്തെയും ലൈവ് മിസ് ചെയ്യാതെ എന്നാൽ മോർണിംഗ് ബൂസ്റ്ററും
നിങ്ങൾക്ക് ഉറപ്പിക്കാം. കാരണം ഒരു ക്വസ്റ്റ്യൻ പോലും മിസ് ചെയ്യാതെ നമ്മളെല്ലാം ഇന്നത്തെയും നാളത്തെയും ലൈവിലൂടെ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ ഫുൾ A+ വേണ്ടവരെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് കറക്റ്റ് ടൈമിന് നമ്മുടെ ലൈവിലേക്ക് വരാം. നമുക്ക് ലൈവിൽ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.